സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് കടക്കുകയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ആർ രാജീവ് നൽകിയത്. ഈ സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കം കൂടി SIT ഇപ്പോൾ നടത്തുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് വാസുദേവനെ വീണ്ടും ചോദ്യം ചെയ്യാൻ നീക്കമുണ്ട്. അതേസമയം അന്വേഷണം ഉന്നതരിലേക്ക് എത്തുമ്പോൾ അന്വേഷണ സംഘത്തിന്മേൽ സമ്മർദ്ദവും ശക്തമാകുന്നുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. ശാലിനി കൂടി ചേരുകയാണ്. ശാലിനി, ഈ വാസുവിനെ ചോദ്യമുനയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ആ രാജീവ് നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കറിയേണ്ടത് ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ എത്ര സമയമെടുക്കും? കാരണം ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് എത്രാമത്തെ ദിവസമാണ് പോറ്റിയെ പിടികൂടിയത്? എത്രാമത്തെ ദിവസമാണ് ആദ്യ പ്രതിയായ മുരാരി ബാബുവിനെ പിടിച്ചത്? എത്രാമത്തെ ദിവസമാണ് ഈ സുധീഷ് കുമാറിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്? ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അന്വേഷണം ഒരു ഘട്ടത്തിൽ ഇരിക്കുന്നു. അതായത് കേസ് SIT ഏറ്റെടുത്ത ശേഷം 6ാം ദിവസമാണ് ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ്, ഈ 2 കേസുകളിലെയും 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ആ അറസ്റ്റ് രേഖപ്പെടുത്തി ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT കേസെടുത്ത് 10ാം ദിവസം കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാനിരിക്കുന്ന ദിവസം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിയായ മുരാരി ബാബുവിൻ്റെ കസ്റ്റഡിയും പിന്നീട് തൊട്ടു പിന്നാലെ അറസ്റ്റും രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ അതിനൊക്കെ ഒടുവിലാണ് ഇന്നലെ ഈ സുധീഷ് കുമാറിൻ്റെ അറസ്റ്റ് കൂടി ഔദ്യോഗിക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മറ്റ് അറസ്റ്റുകൾ ഉടനെ ഉണ്ടാകുമെന്നുള്ള സൂചന SITയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോഴും പുറത്താണ് എന്നുള്ള വിവാദവും വിമർശനവുമാണ് ഈ ഘട്ടത്തിലും ഉയരുന്നത്. അവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഭക്തരടക്കമുള്ളവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ സ്വർണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടക്കം ശബരിമലയിലെ സ്വർണ്ണപ്പാളി അവിടെ നിന്നും കൊണ്ടുപോയി പിന്നീട് അത് കണ്ടെടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ള വാസുദേവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ്. മുൻപും സമാനമായ രീതിയിൽ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണമൊക്കെ അവിടെ കൊണ്ടുപോയി മറ്റ് നിർമ്മാണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതല്ലാതെ മറ്റൊരു അടുത്ത നീക്കത്തിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് SIT എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു നടപടി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ വിമർശനം ഉയരുന്നുണ്ട്. കൂടാതെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO അടക്കമുള്ളവരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിനപ്പുറം ഈ സ്വർണം എങ്ങനെ അവിടെ നിന്ന് ചെമ്പായെന്നും ഒപ്പം തന്നെ അതിൻ്റെ രൂപാന്തരം സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾക്ക് ഇതുവരെയും ഉത്തരം ലഭ്യമായിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകളും കസ്റ്റഡികളും വേണമെന്നൊരാവശ്യം ഈ ഘട്ടത്തിലും ഉയരുന്നുണ്ട്. ഇനിയിപ്പോൾ കേസന്വേഷണം ആരംഭിച്ച് 2ാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട്, അതായത് അടുത്ത 10 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനുള്ള ദിവസങ്ങൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ 3ാമത്തെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം ഈ അന്വേഷണമൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നതാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസവും പ്രതീക്ഷയും.